നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ കാരണം ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വാക്ക് പറയാൻ മറന്നു പോകുന്നത് കൊണ്ടാകാം. ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ മാന്ത്രികത അല്ലെങ്കിൽ മാജിക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ആ രഹസ്യ വാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 2 വാക്കുകൾ. താങ്ക് യു യൂണിവേഴ്സ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെറും 21 ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റമായിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതിന് റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻ്റായിട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പ്രപഞ്ചത്തോട് പരാതി പറയാറുണ്ട്. എനിക്കതില്ല, എനിക്കിതില്ല. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിന്, നമ്മൾ കാണുന്ന ഈ ലോകത്തിന്, നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവർക്ക്, ഇതിനെല്ലാം നമ്മൾ എപ്പോഴെങ്കിലും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികത എന്ന് പറയുന്നത് നന്ദി പറയുക എന്നത് തന്നെയാണ്. അതിന് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അബൻഡൻസിന് സത്യത്തിൽ കണക്കില്ല എന്നുള്ളതാണ്. വെറും 2 വാക്കുകൾ. താങ്ക് യു യൂണിവേഴ്സ്. നന്ദി പറയുന്ന മനസ്സ് ഒരു കാന്തമാണ്. നന്ദി എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ഫ്രീക്വൻസിയാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് നന്ദിയുള്ളവരാകുന്നുവോ അത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ പ്രപഞ്ചം പറയും, ഇയാൾക്കിത് നൽകിയതിൽ അയാൾക്ക് സന്തോഷമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഇത്തരം സന്തോഷമുള്ള അനുഭവങ്ങൾ അയാൾക്ക് ഇനിയും കൊടുത്തേക്കാം. തഥാസ്തു. ഇങ്ങനെയാവും പ്രപഞ്ചം പറയുന്നത്. നമ്മൾക്ക് കൂടുതൽ കൂടുതൽ സന്തോഷിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുമുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മനസ്സ് എന്തിലേക്കാണോ ഫോക്കസ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിക്കുന്നോ അത് കൂടുതൽ കൂടുതലായി നമ്മളിലേക്ക് വരും. നമ്മൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഫീലിംഗ് ആണ്, ഒരു ഗുഡ് ഫീലിംഗ്. നന്ദിയുടെ വൈബ്രേഷനാണ് ഏറ്റവും വലിയ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീണ്ടും 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 നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം പരാതിപ്പെടുമ്പോഴോ, പരാതി പറയുന്ന സമയത്ത് നമ്മുടെ ഫ്രീക്വൻസി വളരെ താഴെയാണ്. സെയിം, ഇവന് പരാതി പറയാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഇവന് പരാതി പറയാനുള്ള അവസരങ്ങൾ കൂടുതലായി കൂടുതലായി കൊടുക്കാം. തഥാസ്തു. അതായത് നമ്മളുടെ മനസ്സ് എങ്ങനെ പറയുന്നു അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ എന്നിവ മാത്രം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ കൂടുതൽ ആൾക്കാരുടെയും ശ്രദ്ധ എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളിലേക്കാണ്. അത് നമ്മളെ കൂടുതൽ തളർത്തുകയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ശീലമാക്കുക, താങ്ക് യു യൂണിവേഴ്സ്. പരാതി പറയാൻ നമ്മൾക്ക് യാതൊരു മടിയുമില്ല, പക്ഷേ താങ്ക് യു യൂണിവേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾക്കറിയാമോ, നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു കൊച്ചുകുട്ടിക്ക് നമ്മൾ ഒരു മിഠായി കൊടുത്തു എന്ന് വിചാരിക്കുക. ആ കുട്ടി ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ വീണ്ടും അതുപോലുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് നൽകാനോ അല്ലെങ്കിൽ കൂടുതൽ സമ്മാനം നൽകാനോ നമ്മൾ മനസ്സ് കാണിക്കും, നമ്മളത് ഇഷ്ടപ്പെടും അല്ലേ? അതേസമയം നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മളോട് പ്രകടിപ്പിക്കുന്നത് ഒരു നന്ദിയില്ലാത്ത രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരിലേക്ക് വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മടി കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇത് തന്നെയാണ് പ്രപഞ്ചത്തിലും സംഭവിക്കുന്നത്. നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അബണ്ടൻസ് വന്ന് നിറയും. എൻ്റെ ലൈഫിൽ
ഈ ഗ്രാറ്റിറ്റ്യൂഡ് വരുത്തിയ മാറ്റങ്ങൾ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പരാതിപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിയ കാലമുണ്ട്. ഈ രണ്ട് കാലത്തെയും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വളരെ ഡിഫറൻ്റ് ആണ്. പരാതിപ്പെട്ടിരുന്ന ഒരു സാധാരണ വീട്ടമ്മ, എപ്പോഴും കുറ്റം, എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും ഇല്ലായ്മകൾ, അതിലേക്ക് നോക്കി ഇരുന്ന സമയം എൻ്റെ ലൈഫ് എപ്പോഴും പ്രശ്നത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ആ വീട്ടമ്മ എന്നാണോ ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിയത്, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് മാറാനായിട്ട് സാധിച്ചു. ഞാൻ ആഗ്രഹിച്ച പണം, ഞാൻ ആഗ്രഹിച്ച ബന്ധങ്ങൾ ഒക്കെ എനിക്ക് നേടാനായിട്ട് സാധിച്ചു. ഞാൻ എൻ്റെ കൂടി ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കിട്ടിയത് എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കടന്നുപോയത് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം, ഒരുപാട് ടെൻഷനിലൂടെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതിലെല്ലാത്തിലും നിങ്ങൾക്ക് നല്ലതായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 3 നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക. അത് വളരെ ചെറുതായിക്കോട്ടെ, ചിലപ്പോൾ വലുതായിക്കോട്ടെ. ഒരുപക്ഷെ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗ്ലാസ് വെള്ളമാകാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു പുഞ്ചിരിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല വാക്കായിരിക്കാം, എന്തുമായിരിക്കാം. അതിന് നിങ്ങൾ നന്ദി പറയുക. കണ്ടെത്തുക നിങ്ങൾ ഇന്ന് എന്ത് സന്തോഷമാണ്, എന്ത് നന്മയാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആരോഗ്യത്തോടെ ഇരുന്നിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം ഈ പ്രപഞ്ചത്തിൽ നിന്ന് ശ്വാസമെടുക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ പറയുക, താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിതെല്ലാം തന്നതിന്. പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ നാക്കുകൊണ്ട് പറയുന്ന വാക്കല്ല, നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ആ ഫീലിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എന്ന് നമ്മൾ പറയുന്ന സമയം നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് വരണം, നന്ദിയുടെ ഫീലിംഗ്. ആ ഫീലിംഗ് ആണ് നമ്മളെ കൂടുതൽ കൂടുതൽ സമൃദ്ധിയിലേക്ക് എത്തിക്കുന്നത്. ഈ ജീവിതമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തെ നന്ദിയോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻകൂട്ടി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങുക. ഓരോ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പറയണം, യൂണിവേഴ്സ് നന്ദി, അല്ലെങ്കിൽ നന്ദി ദൈവമേ, ഇന്നത്തെ ഈ ഒരു ദിവസവും എനിക്ക് ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ സാധിച്ചതിന്, ഇന്നത്തെ ഈ ഒരു ദിവസവും എനിക്ക് ഈ ഭൂമിയെ കാണാൻ സാധിച്ചതിന്, ഇന്നത്തെ ഈ ഒരു ദിവസവും എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും, എൻ്റെ പാരൻസ്, എൻ്റെ കുട്ടികൾ, എൻ്റെ പാർട്ട്ണർ, എല്ലാവരും ഇന്നത്തെ ദിവസവും എൻ്റെ ഒപ്പം ഉള്ളതിന്, അവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് നന്ദി ദൈവമേ, ഇന്നത്തെ ഒരു പുതിയ പ്രഭാതം എനിക്ക് തന്നതിന് നന്ദി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കണ്ണുകൾ തുറക്കാനും. ആ കണ്ണ് തുറക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയും നിങ്ങളുടെ മനസ്സിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം മാത്രം മതി ലൈഫിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ എഴുതുന്നതിന് അതിൻ്റെതായ പവറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിലും അമേസിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ യൂണിവേഴ്സ് തന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്മകൾ നേരുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.